ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിൻ്റെ സിഇഒയുടെ പുതിയൊരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്: കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു, എന്നിട്ടും 16 ലക്ഷത്തിന് വേണ്ടി ഞാൻ പൊരുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ 16 ലക്ഷങ്ങളുടെ ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റാണ്. എന്നാൽ അതിന് കീഴെ ഹൈറച്ചിനെ സ്തുതി പാടിയവർ പോലും വളരെ രൂക്ഷമായ പ്രതികരണമാണ് ആ പോസ്റ്റിന് കീഴെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡയലോഗ് കളിക്കാതെ ആദ്യം എല്ലാവരുടെയും പണം തിരികെ കൊടുക്കൂ, എന്നിട്ട് ഇമാതിരി ഡയലോഗ് അടിക്കൂ എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. അവരൊക്കെ വലിയ വലിയ ലീഡറാണ് എന്ന് അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ആണ് സത്യം. ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവരുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വേണം ഈ ഒരു പോസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത്. അപ്പോൾ എന്തായാലും ഇവരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള, നന്നായി മേക്കപ്പ് ചെയ്തുകൊണ്ടുള്ള ഫോട്ടോകളാണ് ഇവർ എപ്പോഴും ഇവരെ തന്നെ സ്വയം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് തുടർന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ ഇവരുടെ നിറം കുറച്ച് ഇരുണ്ട നിറമായതുകൊണ്ട് ഏറെ വിഷമിച്ച ഒരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ അതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണ് മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ഒക്കെ നടത്തി അതിനുശേഷം ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്വയം ഒരു പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവരെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഹൈറിച്ചിൻ്റെ മറ്റൊരു ലോകത്ത് കാര്യങ്ങൾ താറുമാറായി കിടക്കുകയാണ്. അവർ കരുതുന്നത് ഇനി പ്രതാപൻ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പണം ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളിൽ അവർ ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. അവർ പരാതി പോലും കൊടുത്തിട്ടില്ല. അവർ ഇപ്പോഴും ജയ് വിളിക്കുകയാണ്. പക്ഷെങ്കിൽ അവർക്കും പണം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ അതിന് ഉത്തരം കണ്ടെത്തുന്നത് ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ തട്ടിപ്പ് നടത്തിയ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പണം തിരികെ കൊടുക്കാനുള്ള ബാധ്യത ഇല്ല എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇദ്ദേഹത്തിന് മാക്സിമം ബഡ്സ് കേസിൽ 7 വർഷമാണ് ശിക്ഷ ലഭിക്കുക. അങ്ങനെ ഇരുന്നാൽ 3.5 വർഷം കഴിഞ്ഞാൽ ചില ഉപാധികളോടെ നല്ല നടപ്പിൻ്റെയും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുടെയൊക്കെ നോക്കിക്കൊണ്ട് പരോൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ ജയ് വിളിക്കുന്ന ആർക്കും തന്നെ പണം ചോദിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ലാതാവും എന്നാണ് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും 100-ലധികം FIRകൾ ഉണ്ട്. അതിൽ ചുരുക്കം ചില FIRകളിൽ അന്വേഷണം പൂർത്തിയായി. അത് കോടതിയിൽ അതിൻ്റെ ചാർജ് സമർപ്പിച്ചിട്ടുണ്ട്. ട്രയൽ ചില കേസുകളിൽ പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും പിന്നെ വയനാട്ടിലെയും ചില കേസുകളിൽ ട്രയൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ പ്രിൻസിപ്പൽ കേസായ തൃശ്ശൂർ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ അന്വേഷണം തുടരുകയാണ്. അതിൻ്റെ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ ഈ പ്രതാപനെതിരെയുള്ള നടപടികൾ നമുക്ക് ശരിവച്ചു എന്നുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ എന്തായാലും മറ്റ് കോടതികളിലും മറ്റ് എല്ലാ ജില്ലകളിലും കേസുകളുണ്ട്. അപ്പോൾ മറ്റ് ജില്ലകളിലും ഇപ്പോൾ പ്രതാപനും അല്ലെങ്കിൽ പ്രതാപൻ്റെ ഭാര്യയായ ശ്രീന പ്രതാപനും എല്ലാവരും തന്നെ പ്രതികളാണ്. എന്തായാലും പ്രതികൾക്ക് ബഡ്സ് നിയമം ലംഘിച്ചതിനുള്ള ശിക്ഷ ഉറപ്പാണ്. അങ്ങനെ വന്നാൽ ഇവരൊക്കെ പണം ലഭിക്കില്ല എന്ന് കണ്ട് ഉപേക്ഷിക്കാനും ഇവർ തയ്യാറാണ് എന്നാണ് ഇവരുടെ ഇപ്പോഴത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവർ ക്ലെയിം പെറ്റീഷനോ അല്ലെങ്കിൽ FIRO ഇടുകയാണെങ്കിൽ 3000-ഓളം അമിത ലാഭം ഉണ്ടാക്കിയ ലീഡർമാരെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് അവരുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ഇവർക്കെല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാനുള്ള ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. പക്ഷേങ്കിൽ അതിന് ഇവർ തുനിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മറ്റൊരു ലോകത്ത് ഇതൊന്നുമല്ലാതെ വേറൊരു ലോകത്ത് NCPS എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഘടകകക്ഷിയുടെ ഒരു പ്രാദേശിക നേതാവ് ഇപ്പോഴത്തെ കേസ് തന്നെ പിൻവലിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വ്യവസായ മന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ കള്ളക്കേസാണെന്നും ഇവർ നടത്തിയത് ഭയങ്കരമായ ബിസിനസ്സാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ നേതാവ് വ്യവസായ മന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത്. എന്നാലും 2 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ആശ്ചര്യകരം. അപ്പോൾ അതിൻ്റെ മറുപടിയൊക്കെ ഇതൊക്കെ ട്രയൽ കോടതി ശരിവെച്ച കേസാണ്. കേരളത്തിൽ അങ്ങോളം നിരവധി FIRകളുള്ള ഒരു കേസാണ്. ED തന്നെ പെർമനൻ്റ് അറ്റാച്ച് ചെയ്ത ഒരു കേസാണ്. എന്നിട്ടും ചില രാഷ്ട്രീയക്കാർ ജനങ്ങൾ പറയുന്നത് കേട്ട്, തട്ടിപ്പ് നടത്തിയ ലീഡർമാർ പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി കത്തെഴുതാനും അതുവഴി നാണം കെടാനും ഒക്കെ ഈ കേരളത്തിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ് ചിന്തിച്ചു പോകുന്നത്. എന്തായാലും 5-ാം തീയതിയാണ് ഇനി കോടതിയിൽ കേസുള്ളത്. ട്രഷറിയിലേക്ക് മാറ്റിയ തുക സെഷൻസ് കോടതി വഴി പരാതിക്കാർക്ക് ലഭിക്കാനുള്ള നടപടികളുമായാണ് കേരള സർക്കാർ ബഡ്സ് അതോറിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കമ്പനിയിൽ വിശ്വാസമർപ്പിച്ച് ഇത് എങ്ങനെയെങ്കിലും എത്ര തന്നെ തട്ടിപ്പ് നടത്തിയതായാലും ഇത്ര തന്നെ ലീഗൽ കാര്യങ്ങൾ ചെയ്യാത്ത കമ്പനിയാണെങ്കിൽ കൂടി എങ്ങനെയെങ്കിലും തിരിച്ചു വന്ന് പൂളിംഗമോ അല്ലെങ്കിൽ ഇട്ട മുതലോ ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയിലാണ് ചുരുക്കം ചിലർ. എന്തായാലും ചിലരൊക്കെ FIR ഇടുന്നുണ്ട്. അത് തന്നെയാണ് കൂടെ നിന്നവർ അടക്കം FIR രജിസ്റ്റർ ചെയ്യുന്നു എന്നതാണ് കമ്പനി CEOയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നത്. ബൈ.